ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ റമദാനിലെ നാളുകളിലേക്ക് കടന്നു പോവുകയാണ് നാം. പരിശുദ്ധ റമദാനും പരിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം, ഖുർആൻ്റെ അവതരണ മാസമാണ് റമദാൻ എന്നുള്ളതാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസം എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ഏറ്റവും കൂടുതൽ പറ്റുന്ന സമയം കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത്. റമദാനിൽ നമുക്ക് ഖുർആൻ പഠിച്ചു തുടങ്ങാം. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ മറിക്കുമ്പോഴുള്ള ഒന്നാമത്തെ സൂറത്താണ്. ഫാത്തിഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാരംഭം എന്നാണ് അർത്ഥം. ഈ സൂറത്തിന് പല പേരുകളും നൽകപ്പെട്ടിട്ടുണ്ട്. ഉമ്മുൽ ഖുർആൻ, ഖുർആൻ്റെ മൂലം അഥവാ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഏകദൈവ വിശ്വാസം, മരണാനന്തര ജീവിതം, പ്രതിഫല നടപടി തുടങ്ങിയ മൗലിക സിദ്ധാന്തങ്ങൾ, കർമ്മപരവും സാൻമാർഗികവുമായ നിയമനിർദ്ദേശങ്ങൾ, ചരിത്ര സംഭവങ്ങൾ എന്നിവയാണ് ഖുർആൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ. ഇതിൻ്റെയൊക്കെ ഒരു സാരാംശം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് എന്നതാണ് ഈ സൂറത്തിന് ഉമ്മുൽ കിതാബ് അല്ലെങ്കിൽ ഉമ്മുൽ ഖുർആൻ, ഖുർആൻ്റെ പ്രഭവ കേന്ദ്രം, കിതാബിൻ്റെ കേന്ദ്രം എന്നൊക്കെ പറയാനുള്ള കാരണം. ഉമ്മ് എന്ന് പറഞ്ഞാൽ പ്രധാന ഭാഗം, കേന്ദ്രം, ഉത്ഭവസ്ഥാനം, സങ്കേതം, മാതാവ്, മർമ്മം എന്നൊക്കെ അർത്ഥം വരും. അതുപോലെ തന്നെ മറ്റൊരു പേര് അസാസുൽ ഖുർആൻ, അസ്ഥിവാരം എന്നതാണ്. അൽ കാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അൽ കൻസ് എന്ന പേരും സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. സൂറത്തുൽ ഹംദ്, സൂറത്തു ദുആ, സൂറത്തു സ്വലാത്ത്, സബുൽ മസാനി, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ സൂറത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അളീം. ആവർത്തിച്ച് ഓതപ്പെടുന്ന 7 വചനങ്ങൾ ഖുർആനുൽ അളീം, അത് നാം നിനക്ക് നൽകിയിരിക്കുന്നു. സൂറത്തുൽ ഹിജ്റിലെ 87-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ അഅ്ലമു സൂറത്തുൻ ഫിൽ ഖുർആൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അബൂ സഈദിൽ മുഹല്ല റളിയല്ലാഹു അൻഹുവിനോടൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഉഅല്ലിമുക അഅ്ലമ സൂറത്തിൻ ഫിൽ ഖുർആൻ ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്. നീ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ അഅ്ലമു സൂറ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ഫാത്തിഹ ഓതുകയും അവസാനം ഹിയ സബുൽ മസാനി വൽ ഖുർആനിൽ അളീം അല്ലദീ ഊതീതുഹു, എനിക്ക് നൽകപ്പെട്ട സബുൽ മസാനി ഖുർആനുൽ അളീം ആണിത് എന്ന് പറയുകയും ചെയ്തു. മുസന്നാത്ത് അതിൻ്റെ ബഹുവചനമായിട്ടാണ് മസാനി എന്നുപയോഗിക്കുന്നത്, ആവർത്തിച്ച് വരുന്നവ. അഅ്ലമു ആയത്ത് ഖുർആനിലുണ്ട്, അത് ആയത്തുൽ കുർസിയാണ്. അഅ്ലമുൽ കലിമ അല്ലാ എന്നാണ്. അഅ്ലമു സൂറ എന്ന് പറയുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ട സൂറത്താണ്. ബാക്കി സൂറത്തുകൾ നമ്മൾ ഓതുമ്പോൾ അത് നഷ്ടപ്പെട്ടാലും സൂറത്തുൽ ഫാത്തിഹ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. മൻ സല്ലാ സലാത്തൻ ലം യഖ്റഅ ഫിഹാ ബി ഉമ്മിൽ ഖുർആൻ ഫഹിയ ഹദാജ്. നമസ്കരിച്ച് ഉമ്മുൽ ഖുർആൻ അഥവാ ഫാത്തിഹ ഓതാതിരുന്നാൽ ആ നമസ്കാരം പോരായ്മയുള്ളത്, പൂർണ്ണമല്ലാത്തതാണ് എന്ന് പഠിപ്പിക്കുന്നു. ഫാത്തിഹ ഇമാമ് ഉറക്ക ഓതുന്നുണ്ടെങ്കിലും മൗമൂമു കൂടി ഓതേണ്ട സൂറത്താണ് ഫാത്തിഹ. അതാണ് ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ഫാത്തിഹത്തൽ കിതാബ് എന്നതിൻ്റെ ഉദ്ദേശം. ഖുസിമത്ത് അസ്വലാത്തു ബൈനി വബൈന അബ്ദി, അള്ളാഹു പറയുന്നതായിട്ട് ഖുദ്സിയ ഹദീസിൽ വന്നതാണ്. അസ്വല അവിടെ പറഞ്ഞ ഫാത്തിഹാൻ്റെ പേരായിട്ടാണ്. സൂറത്തുൽ ഫാത്തിഹാൻ്റെ പേര് സൂറത്തു സ്വലാത്ത് ഉണ്ടല്ലോ. അപ്പോൾ ആ ഫാത്തിഹ സൂറത്ത് അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു ബൈനി വബൈന അബ്ദി, എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ. സമ്മൈത്തു സ്വലാ, ഞാനതിന് സ്വലാത്ത് എന്ന് പേര് നൽകിയിരിക്കുന്നു. ലാ തസിഹു ഇല്ലാ ബിഹ, അതുകൊണ്ടല്ലാതെ നമസ്കാരം
പൂർണ്ണമാവുകയില്ല. കൗലിഹി, ഇങ്ങനെ പറയും പ്രകാരം അൽ ഹജ്ജു അറഫ എന്ന് പറയാറുണ്ടല്ലോ. ഹജ്ജ് എന്നാൽ അറഫയാണ്, കാരണം അറഫ കൂടാതെ ഹജ്ജ് പൂർണ്ണമാവുകയില്ല എന്നതുപോലെ സൂറത്തുൽ ഫാത്തിഹ ഇല്ലാതെ ഒരിക്കലും നമസ്കാരം പൂർണ്ണമാവുകയില്ല. അത് കുസിമഹാദി സൂറത്തുൽ അലീമ ബൈനഹു വബൈന അബ്ദിഹി നിസ്ഫൈൻ, അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമയുടെയും ഇടയിൽ രണ്ടാക്കി ഭാഗിക്കപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. ഫഹുവ സുബ്ഹാനഹു ലഹു നിസ്ഫുൽ ഹംദി വസ്സനായി വത്തഹ്മീദ്. സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ ഭാഗം അത് ഹംദ്, അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, ഈ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഭാഗം അതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പകുതി. അത് അള്ളാഹുവിനുള്ളതാണ്. വല്ല അബുദു, ബാക്കി അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് പ്രാർത്ഥനയുടെ ഭാഗമാണ്. ലഹു നിസ്ഫുദ് ആ, പ്രാർത്ഥനയുടെ പകുതി. വത്തലബു, അവൻ്റെ ആവശ്യങ്ങൾ അവൻ നിർവഹിക്കുന്നു. വൽ മസ്അല, അള്ളാഹുവിനോട് യാചിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അതിൽപ്പെടുന്നു. അങ്ങനെ ഇത്തരം പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഏതൊരു സൂറത്ത് ഓതാൻ ആരംഭിക്കുമ്പോഴും, സൂറത്ത് മാത്രമല്ല ഖുർആൻ ഓതാൻ ആരംഭിക്കുമ്പോൾ വേണ്ടതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. ആദ യഊദു, ആദ എന്ന് പറഞ്ഞാൽ രക്ഷ തേടി എന്നാണ് അർത്ഥം. അഊദു എന്ന് പറയുമ്പോൾ അന യഊദു, അത് രണ്ടും കൂടി കൂട്ടിയതാണ് അഊദു, ഞാൻ രക്ഷ തേടുന്നു. അഊദു ബി മിൻ, ഇത് കൂട്ടിയിട്ടാണ് പറയാം. അപ്പോൾ അഊദു ബില്ലാഹി, അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. മിനശ് ശൈത്വാനി, പിശാചിൽ നിന്ന്. അർ-റജീം, അർ-റജീം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട. ഈ ഷൈത്താൻ എന്നത് മുസ്തഖുമിൻ കലിമത്തി ഷത്വന, ഷതന എന്ന പദത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ്. ഷതന എന്ന് പറഞ്ഞാൽ അറബിയിൽ അർത്ഥം ബഅുദ അനിൽ ഹഖ്, സത്യത്തിൽ നിന്ന് അകന്നുപോയി എന്നതാണ്. അതല്ലെങ്കിൽ വേറൊന്ന് പറയപ്പെടാറുള്ളത് മിൻ ഷാത്വ, ഷാത്വ എന്നതിൽ നിന്നാണ്. ഷാത്തൻ്റെ അർത്ഥം ഇഹ്തറഖ, കരിഞ്ഞുപോയി എന്നാണ്. ഇത് വയുത്തുലക്കു അലാക്കുല്ലി മുതമര്രിദിൻ, മോട്ട് കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന ഏതൊരാൾക്കും ഇത് ഉപയോഗിക്കപ്പെടും. മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യരായിരുന്നാലും അതുപോലെ ജിന്നുകളായിരുന്നാലും ആരായിരുന്നാലും അവർക്കൊക്കെ ഇത് ഉപയോഗിക്കും. അപ്പോൾ ഇത് പിശാചിന് വേണ്ടി ഇവിടെ ഉപയോഗിച്ചത്, പിശാച് അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. ഇബ്ലീസ് എന്ന് ഞാൻ പറയാറുണ്ട്. ഇബ്ലാസ് എന്ന് പറഞ്ഞാൽ അൽ ഖനൂത്ത് എന്നാണ്, നിരാശപ്പെടുന്നവൻ. വല്യഹ്സ്, നിരാശ. മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുന്ന എന്ന അർത്ഥത്തിലാണ് ഇബ്ലാസ് ഉപയോഗിക്കുക. അതിൽ നിന്നാണ് ഇബ്ലീസ് എന്ന പദം വരുന്നത്. ഇബ്ലീസിൻ്റെ യഥാർത്ഥ നാമം മുമ്പ് അസാറീൽ എന്നതായിരുന്നു. ഈ അസാറീൽ എന്ന ഇബ്ലീസിൻ്റെ പേര് പിന്നീട് ഇബ്ലീസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അപ്പോൾ അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് രക്ഷ തേടണം. ഔദ് എന്ന പദമാണ് രക്ഷ തേടുന്നതിന് ഉപയോഗിച്ചത്. അൽ ഔദ് എന്ന് പറഞ്ഞാൽ ഇൽത്തിജാഉ വല്ലിസ്തിജാറ, ഒന്നിനോട് അഭയം തേടുക, അവനിൽ ചെന്ന് ചേരുക എന്നർത്ഥം. അൽ ഇൽത്തിസാഖ്, അവനിൽ ചെന്ന് ചേരുക. അർ-റജീം എന്ന് പറഞ്ഞാൽ മർജൂം എന്നർത്ഥത്തിലാണ്, ആട്ടിയോടിക്കപ്പെട്ട, ശപിക്കപ്പെട്ട. മൽഊനും മിൻ ഖിബലില്ല, അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, നീ ആ സ്വർഗത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക, തീർച്ചയായും നീ ശപിക്കപ്പെട്ടവനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് ഉപദേശിച്ചപ്പോൾ അവിടുന്ന് പിതാവ് പറയുന്നില്ല അർജുമന്നക, നിന്നെ ഞാൻ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. ഇങ്ങനെ ഖുർആനിൽ പല സ്ഥലത്തും പ്രയോഗിക്കണ കാണാം. അല്ലെ ഇല്ലം തൻതഹിയ യാ നൂഹ്, നൂഹേ നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ല എങ്കിൽ ലതകൂനന്ന മിനൽ മർജൂമീൻ, നീ ആട്ടിയോടിക്കപ്പെട്ടവരിലായിത്തീരും. ലയില്ലം തൻതഹു ലനർജുമന്നക്കും, നിങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ റജമ എന്ന് പറഞ്ഞാൽ ആട്ടിയോടിച്ചു അല്ലെങ്കിൽ ശപിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതിൽ നിന്നാണ് റജീം എന്ന പദം വരുന്നത്. ഇന്ന ശൈത്താന ഇന്നമാ വുസിഫ ഫി കൗനിഹി മർജൂമൻ, പിശാജ് ആട്ടിയോടിപ്പിക്കപ്പെട്ട ശപിക്കപ്പെട്ടവനായതുകൊണ്ടാണ് ആ പേര് വന്നത്. എങ്ങനെ ബിറംയി ഷയാത്തീൻ ബിശുഹബി വസ്തവാഖിബ്, ആത്മീയ ലോകത്ത് അള്ളാഹുവിൻ്റെ മലക്കുകളുടെയൊക്കെ ലോകത്ത് പിശാജ് അത് കട്ടുകേൾക്കാൻ വേണ്ടി വരുമ്പോൾ അവരെ ഉൽക്കകൾ കൊണ്ടൊക്കെ എറിഞ്ഞാട്ടിക്കൊണ്ടിരിക്കും.
തൊർദൻ ലഹുമിന സമാവാത്ത്, ആകാശ ലോകത്ത് നിന്ന് അവയെ എറിഞ്ഞാട്ടാൻ. സുമ്മ വസഫ ബിദാലിക കുല്ല ശരീരിൻ മുതമരിദ്, അങ്ങനെ ധിക്കാരം കാണിക്കുന്ന നീചന്മാരായ എല്ലാവർക്കും ഈ പേര് ഉപയോഗിച്ചു വന്നു. പിശാച് മനുഷ്യൻ്റെ ആജന്മ ശത്രുവാണ്. മനുഷ്യൻ്റെ നന്മയിൽ അസൂയ കാണിക്കുന്നവനാണ്. അള്ളാഹുവിനോട് അവൻ പ്രതിജ്ഞയെടുത്തതാണെന്ത്, ലഊഗ്വിയന്നഹും അജ്മഈൻ, അവരെ മുഴുവനും ഞാൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്. സ്വർഗത്തിൽ നിന്ന് പിശാച് പുറത്താക്കപ്പെട്ടപ്പോൾ അവൻ അള്ളാഹുവിനോട് ഖിയാമത്ത് നാൾ വരെ അവന് ആയുസ് നീട്ടിക്കൊടുക്കാനും അതിൻ്റെ പേരിൽ അവൻ അള്ളാഹുവിന് പ്രതിജ്ഞ എടുത്തതാണ് ലഊഗ്വിയന്നഹും അജ്മഈൻ. മനുഷ്യ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. പക്ഷേ പിശാച് എന്തൊക്കെ ചെയ്യും, പിശാചിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടാണ് രക്ഷ തേടേണ്ടത്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അവനെന്തൊക്കെ ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ള സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ അതെന്തൊക്കെ ചെയ്യുമെന്ന് ഏകദേശം നമുക്ക് തിട്ടപ്പെടുത്താനാവും. പക്ഷേ പിശാചിൻ്റേത് ഒരിക്കലും തിട്ടപ്പെടുത്താനാവുകയില്ല. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി പിശാചിൽ നിന്ന് രക്ഷ തേടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 5 സ്ഥലത്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആൽ ഇമ്രാനിലെ 36-ാമത്തെ ആയത്ത്, അഹ്റാഫിലെ 2-ാമത്തെ ആയത്ത്, നഹ്ലിലെ 98, മുഅ്മിനൂൻ 97, അതുപോലെ ഫുസ്സിലത്തെ 36, ഈ ആയത്തുകളിലൊക്കെ പിശാചിൽ നിന്ന് രക്ഷ തേടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരിൽ നിന്നും പിശാചിൽ നിന്നും, മനുഷ്യ പിശാചുക്കളിൽ നിന്നും പിശാചിൽ നിന്നും രക്ഷ തേടുന്നതിനെക്കുറിച്ചും ഖുർആനിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ നാം തുടങ്ങുകയാണ്. ഇവിടെ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നാം ഒന്നാമതായി ചെയ്യുന്നത് പിശാചിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളതാണ്. പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം തുടങ്ങുമ്പോൾ, ഖുർആൻ പാരായണത്തിലേക്ക് കടക്കുമ്പോൾ ആ പാരായണത്തെ തെറ്റിക്കാൻ വേണ്ടി അവൻ പല വിധത്തിലും ശ്രമിച്ചു കൊണ്ടിരിക്കും. അത് ഇല്ലാതാക്കാൻ വേണ്ടി അള്ളാഹുവിന് രക്ഷ തേടുകയാണ് ചെയ്യുന്നത്. ബാക്കി സൂറത്തുൽ ഫാത്തിഹയുടെ ബാക്കി ആയത്തുകൾ അടുത്ത ഒന്നിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നാഥാനി ഞങ്ങൾക്ക് നൽകണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.